നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അടവ് മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. SITക്ക് ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് പിന്നീട് കൊടുത്ത മൊഴിയിൽ ഇദ്ദേഹം വ്യതിചലിച്ചു. അന്ന് സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പത്മകുമാർ പറഞ്ഞത്. ഇപ്പോൾ അത് തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് ദേവഹിതം നോക്കി തന്ത്രി പറഞ്ഞു, തന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളാണ് പത്മകുമാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എന്ത് നാടകമാണ് നടന്നത്, എന്ത് തിരിമറിയാണ് നടന്നത്? ഇത് നേരത്തെ തയ്യാറാക്കിയ ഏതെങ്കിലും തിരക്കഥയായിരുന്നോ? പത്മകുമാർ അറസ്റ്റിലാകും എന്ന് ഉറപ്പായപ്പോൾ അതിനു മുൻപായി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നോ, നാടകമായിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ SITക്ക് ഉള്ളത്. സർക്കാർ തല നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമുള്ള ആദ്യ മൊഴിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് രണ്ടാം ചോദ്യം ചെയ്യലിൽ വിഴുങ്ങിയത്. ഇതെന്തുകൊണ്ട് വിഴുങ്ങി? ഇത് തന്ത്രിയുടെയോ മറ്റുള്ളവരുടെയോ തലയിൽ കെട്ടിവെച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയും ഒക്കെ തലയിൽ കെട്ടിവെച്ച് ഇവിടുത്തെ CPM-ലെ പ്രമുഖരായ പലരെയും മുൻ മന്ത്രിയും ഒക്കെ രക്ഷിക്കാനുള്ള നീക്കമാണോ നടത്തുന്നത്? പത്മകുമാറിനെ ഇതുവരെ പാർട്ടി കൃത്യമായി തള്ളി പറഞ്ഞിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് താൻ തീർച്ചയായിട്ടും പാർട്ടിക്ക് ഹിതമായി തന്നെ പ്രവർത്തിക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുന്ന കളികൾ. കാരണം ഇതിനകത്ത് നേരിട്ടുള്ള ഒരു ഇടപെടൽ CPM-ന് നടക്കില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്. SIT വളരെ സുതാര്യമായ അന്വേഷണം നടത്തുന്നു. അതിൽ ഇടപെടലൊന്നും നടത്താൻ പറ്റില്ല എന്തായാലും. അപ്പം അറസ്റ്റിലാകും എന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ഈ രീതിയിൽ പറയുക, പിന്നീട് മാറ്റി പറയുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു കൺഫ്യൂഷൻ വരും, ഒരു സംശയം വരും, ഏതാണ് സത്യം എന്നുള്ളത്. കാരണം ഇദ്ദേഹം പറയുന്ന മൊഴി എഴുതിയെടുക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക ആണല്ലോ അതിന്റെ ഒരു രീതി. അപ്പം അതിൽ മാറ്റം വരും. അപ്പം അന്വേഷണം അട്ടിമറിക്കപ്പെടും. എങ്ങനെ? ഈ മൊഴി ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിയുമ്പോൾ അന്വേഷണം ശരിയായ രീതിയിലല്ലാതെ മറ്റു പല വഴിയിലേക്കും തിരിയാനുള്ള ഒരു സാധ്യതയും, ഒടുവിൽ ആകെ കൺഫ്യൂഷനായിട്ട് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സാധ്യതയും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ SIT സംശയിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ ദൈവതുല്യർ തന്ത്രിയാണ് എന്ന് തന്നെയാണ് പത്മകുമാറിന്റെ മൊഴി. അതായത് പാർട്ടിക്കാരോ മുഖ്യമന്ത്രിയോ ഒന്നുമല്ല, തന്ത്രി തന്നെയാണ് ദൈവതുല്യർ. തന്ത്രിക്കും കീഴ്ശാന്തിമാർക്കും ദേവസ്വം ബോർഡ് ഗാർഡുമാർക്കുമെതിരെ ഒക്ടോബർ 25-ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിച്ച കത്തിലെ കാര്യങ്ങൾ വള്ളിപൊള്ളി വ്യത്യാസമില്ലാതെ രണ്ടാം ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുകയാണ് സത്യം പറഞ്ഞാൽ പത്മകുമാർ ചെയ്തത്. ഇങ്ങനെ ആവർത്തിച്ചെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കളി നടന്നിട്ടില്ലേ? അല്ലെങ്കിൽ ഇത് പ്രീ പ്ലാൻഡായി നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച ഒരു തിരക്കഥയുടെ, ഒരു നാടകത്തിന്റെ അംശമല്ലേ? അല്ലെങ്കിൽ അത് ഇവിടെ ആടിത്തിമർക്കുകയല്ലേ പത്മകുമാർ എന്ന സംശയം SITക്കുണ്ട്. തിരുവല്ല സ്വദേശിയും പഴയ SFI നേതാവുമായ ശബരിമല മുൻ മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയുടെ പേരിലാണ് കത്ത് ലഭിച്ചത് ഒക്ടോബർ 25. കത്തിലെ ഫോൺ നമ്പർ ട്രൂ കോളറിൽ പരിശോധിച്ചപ്പോൾ ശങ്കരൻ നമ്പൂതിരി എന്ന് തന്നെ കാണുകയും ചെയ്തു. എത്ര വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. നിരപരാധി എന്ന് സ്ഥാപിച്ചെടുക്കാൻ പത്മകുമാർ മുൻകൂട്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കുന്നു. കത്തിലുള്ളതുപോലെ ശബരിമലയിലെ സ്ഥിരം സാന്നിധ്യമായ കുമ്പളം ബാലകൃഷ്ണൻ പോറ്റി, തലവടി മനോജ്, ആജീവനാന്ത കഴകക്കാരൻ രാധാകൃഷ്ണൻ, അതുപോലെ അത്രശ്ശേരി രാജൻ നമ്പൂതിരി, തന്ത്രിയുടെ സഹായി ഒക്കെ സന്നിധാനത്ത് നടത്തുന്ന അഴിമതിയെ പറ്റിയാണ് പത്മകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. അതായത് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള, ദിശ തെറ്റിച്ചു വിടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെ വിവരിച്ചുകൊണ്ടായിരുന്നു ഈ കത്ത്, ഈ ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആൾ എഴുതി എന്ന് പറയപ്പെടുന്ന കത്ത്. അപ്പം ഈ കത്തിലെ കാര്യങ്ങൾ ഇയാൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം വഴിതെറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ പത്മകുമാറിനെ പിന്തുണയ്ക്കുന്നവർക്കും CPM-കാർക്കുമുണ്ട്. അപ്പം അതിനുള്ള കളികളല്ലേ ഈ നടക്കുന്നത്. തീർച്ചയായിട്ടും SIT ഇതുകൂടി അന്വേഷിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചത്? അന്വേഷണം വഴിതെറ്റിക്കാൻ നടത്തിയ ഗൂഢശ്രമത്തിന്റെ മറ്റൊരു മുഖമാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം SITക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. അത് ഈ ഇരിക്കുന്ന SIT ഉദ്യോഗസ്ഥർ, SP ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വെറും മണ്ടന്മാരും പൊട്ടന്മാരും ഒന്നുമല്ല. അവർക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ അറിയാനും അതുവഴി കാര്യങ്ങൾ നീക്കാനുമുള്ള കഴിവുള്ളവരാണ്. അവർ അത് വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ടും പത്മകുമാർ എന്ത് വിഴുങ്ങിയാലും, എന്ത് നാടകം കളിച്ചാലും, എന്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് CPM-കാരെയും കടകംപള്ളിയും ഒക്കെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ.